നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഏത് നിമിഷവും നമ്മൾ തുടങ്ങി വയ്ക്കാവുന്നതാണ്. ഇൻഫാക്ട് നമ്മൾ സിന്ദൂർ തന്നെ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് നമ്മുടെ പ്രതിരോധ വൃത്തങ്ങൾ കൃത്യമായി നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ നിരന്തരം പാകിസ്ഥാന്റെ പ്രകോപനം പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പല ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഗഗ്വാൾ പ്രദേശത്ത് ഒരു ആളില്ലാ വിമാനം പറന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഒരു വിമാനം പറന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നീടുള്ള തുടരന്വേഷണത്തിൽ ഇത് ഒരു പാകിസ്ഥാനി ഡ്രോണാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ചക്ഭുര പോസ്റ്റിൽ നിന്നാണ് ഡ്രോൺ വരുന്നതായി കണ്ടെത്തിയതെന്ന് ഗഗ്വാൾ പ്രദേശത്തെ റീഗൽ ഗ്രാമത്തിന് മുകളിൽ ഏതാനും മിനിറ്റ് പറന്ന ശേഷം തിരികെ പോയതായാലും ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ട് PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ അതിർത്തി കടന്ന് ഡ്രോണുകൾ പറത്തിവിടുക, ശേഷം ചാരപ്രവർത്തനം നടത്തുക, അതിനുശേഷം ഈ ഡ്രോണുകൾ തിരിച്ചെടുക്കുക. ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ഡ്രോണല്ല. ഏകദേശം ഒരു വിമാനം എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഡ്രോണുകളാണ് ഇവർ പറത്തിവിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ വലിയ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് മയക്കുമരുന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ വ്യോമാക്രമണം തങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ കാണിക്കാനോ ഉപയോഗിക്കുന്ന ഒരു വഴിയായിട്ടാണ് ഇപ്പോൾ അധികൃതർ കാണുന്നത്. എന്തായാലും സുരക്ഷാ സേന വലിയ രീതിയിൽ ആ പ്രദേശത്ത് ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരച്ചിൽ ആരംഭിച്ചത്, അതായത് ഈ ഡ്രോൺ വന്നിട്ട് തിരിച്ചു പോയത് എന്തിനാണ്? ഇത് മയക്കുമരുന്ന് കൊണ്ടുവരാനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ എത്തിക്കാനാണോ? അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഇപ്പോൾ അരിച്ചു പറക്കുകയാണ് സുരക്ഷാ സേന എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ ഈ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാൻ തന്നെ സൃഷ്ടിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഉപദേശവും പാകിസ്ഥാൻ ഇപ്പോൾ സേന കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.